നേഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിക്ക് അഭിഷേകത്തിനായുള്ള നെയ്ത്തേങ്ങയുമായി എത്തുന്ന ഭക്തർ അഭിഷേകത്തിന് ശേഷം നാളികേരം ആഴിയിൽ സമർപ്പിക്കുന്നു. സന്നിധാനത്തെ കെടാവിളക്ക് പോലെ കത്തുന്ന ആഴി അയ്യപ്പ ഭക്തർക്ക് മോക്ഷപ്രാപ്തിയുടെ സാക്ഷാത്കാരമാണ്. വ്രതശുദ്ധിയുടെ ഇരുമുടിക്കെട്ടും താങ്ങി മല കയറി വരുന്ന ഭക്തർ 18 പടിയും കയറി അയ്യനെ വണങ്ങി ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് കെട്ടഴിക്കും. നെയ്ത്തേങ്ങയിലെ നെയ്യും തേങ്ങയും വേർതിരിക്കും. തുടർന്ന് അഭിഷേകത്തിനായി നെയ്യ് ഭഗവാന്റെ അടുത്തേക്കും നെയ്ത്തേങ്ങ തിരുമുറ്റത്തെ ആഴിയിലേക്കും. എന്നാൽ ആഴിയിൽ നാളികേരം സമർപ്പിക്കുന്നതിന് ഓരോ ദേശത്തിനും ഓരോ വിശ്വാസമാണ്. അത് ഒരു സങ്കല്പമാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയത്തില്ല. ഞാൻ എല്ലാവരും വീടിന് അതുപോലെ ഇടുക. പകുതി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും, പകുതി ആഴിക്കകത്തിടും. അത് ദിവസവും ഇവിടെ ഉള്ള ഇതല്ലേ, ഭഗവാന്റെ ആ വഴിപാടിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. நான் பண்ண பாவம்லாம் இதாக நெருப்பு விட்டு எரியுன்ற மாதிரி ஐயனோட இதில் எரிவாங்க நிரந்தரமாவாங்க. ജീവാത്മാവും പരമാത്മാവും എന്നതാണ് നെയ്ത്തേങ്ങയുടെ പരിപൂർണമായ സങ്കല്പം. നെയ്ത്തേങ്ങയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട്, നെയ്യഭിഷേകമാണ്. അന്നേരം ഭഗവാന്റെ ആ ഇഷ്ടപ്പെട്ട വഴിപാട് ചെയ്യാൻ നമ്മൾ ആ നെയ്ത്തേങ്ങ, ജീവാത്മാവാകുന്ന നാളികേരം, അതിൽ പരമാത്മാവുന്ന ജീവനെ സങ്കല്പിച്ച് നമ്മൾ നെയ്യ് നിറച്ചു. നമ്മളവിടെ നിന്നും ഭഗവാനിലെത്തി ആ നെയ്ത്തേങ്ങ അവിടെ സമർപ്പിച്ച് നമ്മൾ ജീവാത്മാവുന്ന ആ നെയ്യ് ഭഗവാൻ അഭിഷേകം കഴിക്കുകയാണ്. സർവ്വതും സ്വാംശീകരിക്കുന്ന അഗ്നിയിൽ നാളികേരം സമർപ്പിച്ച പരമാത്മാവാകുന്ന അഭിഷേകം ചെയ്ത നെയ്യ് സേവിച്ച ജീവിതമോക്ഷം നേടി അടുത്ത മണ്ഡലകാലത്തേക്കായി അവർ മലയിറങ്ങും. ദേശങ്ങൾ പലതു താണ്ടി വിശ്വാസങ്ങൾ പലതേറിയാണ് കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ ഓരോ ഭക്തനും എത്തുന്നത്. വിശ്വാസത്തിൻ്റെ നെയ്ത്തേങ്ങ ആഴിയിൽ സമർപ്പിച്ച ഭഗവാനെ തൊഴുത് അവർ മടങ്ങുകയാണ്. ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം.